ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ സാമ്പാർ നല്ല രുചിയുള്ള ഒരു സാമ്പാറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിലേക്ക് പച്ചക്കറിയായിട്ട് ആകെ വെള്ളരിക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ. വെള്ളരിക്ക സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രുചിയാണ് കഴിക്കാൻ. മറ്റ് വെജിറ്റബിൾസ് ഒന്നും ഇതിൽ ചേർന്നിട്ടില്ല എന്ന് പറയുകയില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് തുവരപ്പരിപ്പ് വേണം. നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ചേർത്താൽ മതി വെന്തതിന് ശേഷം. ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ ഈ തുമരയൊന്ന് വേവിക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ തുമരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ച് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഈ തുമര ഉടച്ചിട്ട് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ഈ സാമ്പാറിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. ഇതിനു വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലി. ഈ അളവൊക്കെ കൃത്യമായിരിക്കണം, കൂടാൻ പാടില്ല. 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 6 കാശ്മീരി മുളകാണ്, പിരിയൻ മുളക്. അധികം എരിവില്ലാത്ത മുളകാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള 2 മുളക് കൂടി ചേർക്കാവുന്നതാണ്. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ചൂടിൽ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. മുളക് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് ഇങ്ങനെ ഒന്ന് മുറിച്ചിടാം. അപ്പോൾ എളുപ്പത്തിൽ ഒരേ രീതിയിലെല്ലാം മൂത്ത് കിട്ടും. ഇനി ഒരു മീഡിയം ചൂടിൽ ഇതിനെ വറുത്തെടുക്കാം. മല്ലിയും മുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ട് ഈ പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിൽ എത്തുന്നതാണ് പരുവം. ഇനി ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു വെള്ളരിക്ക എടുക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഉടുപ്പി സാമ്പാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്കയുടെ തൊലി കളയില്ല. അതുകൊണ്ട് തൊലി നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകിയിട്ട് വേണം എടുക്കാൻ. അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളരിക്ക എടുക്കാം. അതിനെ 4ആയിട്ടൊന്ന് മുറിക്കാം. അതിനുശേഷം ഇതിന്റെ ഉള്ളിലെ ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വീണ്ടും 2ആയിട്ട് മുറിക്കണം. എന്നിട്ട് ഇങ്ങനെ വലിയ വലിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം വെള്ളരിക്ക മുറിച്ചെടുക്കാൻ. ഒരു വെള്ളരിക്ക ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞ് അതും ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. ശർക്കര ഒഴിവാക്കരുത്, മധുരത്തിന് വേണ്ടിയല്ല, നല്ലൊരു രുചിക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം ഇതിനെ ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊലിയോടുകൂടി പുളിവെള്ളത്തിൽ വേവിച്ചെടുത്തത് കൊണ്ട് ഇതങ്ങ് വെന്ത് ഉടഞ്ഞു പോവില്ല. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പിന്റെ 1/3 ഭാഗം തേങ്ങ ചിരകിയത്, അതിലേക്ക് നമ്മൾ ആ വറുത്ത മസാലയും ചേർത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല മയത്തിൽ ഇതിനെ അരച്ചെടുക്കണം. അതിനുശേഷം വെന്ത വെള്ളരിക്കയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇട്ടേക്കണം. ഈ രുചിയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിക്കണം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനിയാണ് ഇതിലേക്ക് താളിച്ചൊഴിക്കേണ്ടത്. ഇനി ഇതങ്ങ് മാറ്റിയിട്ട് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി വേറൊരു പാത്രം വെക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർക്കാം. കടുകൊന്ന് പൊട്ടി ഉഴുന്നുപരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. നല്ല രുചിയുള്ള ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ സാമ്പാർ തയ്യാറായി. ഇത് ചോറ്, ദോശ, ഇഡ്ഡലി എല്ലാത്തിന്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്.